വാർത്തയിലേക്ക്. മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിച്ച് സർക്കാരിന്റെ വാദം ഞെട്ടിപ്പിക്കുന്നതെന്ന് ഹൈക്കോടതി. വിധവാ പെൻഷൻ കുടിശ്ശിക എപ്പോൾ നൽകാനാകുമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടൻ നൽകും. ജൂലൈക്ക് ശേഷം പെൻഷനുകളുടെ കേന്ദ്രവിഹിതം ലഭിച്ചിട്ടില്ലെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. സർക്കാരിന്റെ പരാമർശത്തിൽ കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. എല്ലാവർക്കും വീട്ടിൽ കൊണ്ട് തരാമെന്നാ പറഞ്ഞു. അപ്പം 5-ാം മാസമായത് രാഷ്ട്രീയം അല്ലാതെ മുന്നോട്ട് തന്നെ പോകും. നിയമപരമായിട്ട് പോകും. അവൻ ഇറങ്ങി പോണം, അല്ലെ ഞങ്ങൾക്ക് തരണം, അല്ല അയാൾ ഇറങ്ങി പോണം. അതാണ് ഞങ്ങളെ മുഖ്യമായ കാര്യം. അയാൾ എന്തിനിരിക്കണമെന്നാ ചോദിക്കണം. ഈ കൊല്ലും കൊലയും നടത്താതെ ഇയാൾക്കൊരു മര്യാദയുടെ ഭരിക്കാൻ പാടില്ല. ഇതുപോലെ വൃത്തികെട്ട ഒരു മുഖ്യമന്ത്രിനെ ഞാൻ ഇത്രയും പ്രായത്തിനിടയ്ക്ക് കണ്ടിട്ടില്ല. ഇത്രയും ഒരു രാഷ്ട്രീയം. എന്ത് രാഷ്ട്രീയം? ഇയാളിങ്ങനെ സൂഹിക്കാനും വിമാനത്തെ കയറി ഡാൻസ് കളിക്കാനാണോ കയറിയേക്കണേ? നമി ദിനേശ് ചേരുന്നു. നമി, ഈ വിഷയത്തിൽ സർക്കാരിനെ വീണ്ടും വിമർശിച്ചിരിക്കുകയാണ് കോടതി. കോടതി എന്താണ് പറഞ്ഞത്? കേന്ദ്ര സർക്കാർ എപ്പോൾ വിശദീകരണം നൽകണം? കേസിൽ ഇപ്പോഴും വാദം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്ന് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഈ രാഷ്ട്രീയ പ്രേരിതം എന്ന സർക്കാരിന്റെ വാദം ഞെട്ടിക്കുന്നതെന്നാണ് കോടതി പറയുന്നത്. പറ്റുമ്പോൾ കൊടുക്കാമെന്നൊരു നിലപാടാണ് സർക്കാർ ഇപ്പോൾ എടുക്കുന്നതെന്നതിനെ രൂക്ഷമായി തന്നെയാണ് കോടതി വിമർശിച്ചിരിക്കുന്നത്. പെൻഷൻ ഇല്ലാതെ ഹർജിക്കാരി എങ്ങനെ ജീവിക്കുമെന്ന് സർക്കാർ പറയൂ എന്നും കോടതി ചോദിക്കുന്നുണ്ട്. ഈ മാധ്യമ വാർത്തകൾ വന്നതിന് ശേഷം മറിയക്കുട്ടിയെ സഹായിക്കാൻ നിരവധി ആളുകൾ എത്തിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. ഒപ്പം തന്നെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ഇപ്പോൾ പെൻഷൻ നൽകാനാകില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് സർക്കാർ. എങ്കിൽ പോലും ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ഈ ഒരു വാക്കുതർക്കം, അതായത് നിങ്ങൾ പരസ്പരമുള്ള ഈ ഒരു വാക്കുതർക്കം ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഈ പെൻഷന് വേണ്ടി കാത്തു നിൽക്കുന്നവർ എന്ത് ചെയ്യുമെന്നാണ് ഇപ്പോഴും കോടതി ചോദിക്കുന്നത്. കേന്ദ്രവിഹിതം കൂടി ലഭിക്കാതെ എപ്പോൾ പണം നൽകുമെന്ന് പറയാൻ കഴിയില്ല എന്നൊരു നിലപാട് തന്നെയാണ് സർക്കാർ കോടതിയിൽ എടുക്കുന്നത്. എന്തായാലും ഹർജിയിൽ ഇപ്പോഴും വാദം തുടരുകയാണ്. സർക്കാർ ഉടനെ ഒന്നും ഈ ഒരു പെൻഷൻ തുക നൽകാൻ കഴിയില്ല എന്ന നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്തായാലും ഹർജിക്കാരെ അപമാനിക്കാൻ കഴിയില്ല എന്നുള്ളൊരു നിലപാടാണ് കോടതി എടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനോടും വിശദീകരണം തേടിയിട്ടുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടാൽ ഉടൻ പണം നൽകുമെന്ന നിലപാടിലാണ് സർക്കാർ. ബജറ്റ് വിഹിതമില്ലേ എന്നുള്ളൊരു ചോദ്യം കൂടി കോടതി ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും സർക്കാർ ഈ പെൻഷനിൽ കുടിശ്ശിക നൽകാൻ എല്ലാ സാധ്യതകളും തേടുന്നുണ്ടെന്നാണ് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വാദം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലപാടിൽ നിന്ന് മാറ്റമില്ലാതെ തന്നെ മുന്നോട്ട് പോവുകയാണ് സർക്കാർ. എന്തായാലും സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം തന്നെയാണ് ഹൈക്കോടതി ഇപ്പോഴും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനവും സർക്കാരുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതിപ്പെട്ടാൽ ജനം എന്ത് ചെയ്യുമെന്ന ചോദ്യമാണ് കോടതി ഉന്നയിക്കുന്നത്. അതോടൊപ്പം ഈ മറിയക്കുട്ടി എങ്ങനെ ജീവിക്കും, അവരുടെ ഒരു ജീവിതം ഇനി എന്ത് ചെയ്യും, അവർക്ക് പെൻഷൻ ഇപ്പോൾ തന്നെ 5 മാസത്തിലധികം പെൻഷൻ മുടങ്ങിയിട്ടുണ്ട്. ഇനിയും മുടങ്ങിയാൽ അവരെന്ത് ചെയ്യും, അവരുടെ ജീവിത രീതി എങ്ങനെ മുന്നോട്ട് പോകും, അവരുടെ ജീവിത ചിലവ് ഏറ്റെടുക്കാൻ സർക്കാർ തയ്യാറാണോ എന്നുള്ളൊരു ചോദ്യം ഇന്നലെ ഹൈക്കോടതി ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെയും ഈ സാമ്പത്തിക ബാധ്യത, ഈ 2 കാര്യങ്ങളാണ് സർക്കാർ കോടതിയിൽ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതൊരു രാഷ്ട്രീയ പ്രേരിതമാണ്, അത്തരത്തിലുള്ള പരാമർശങ്ങളാണ് മറിയക്കുട്ടിയുടെ ഭാഗത്തു നിന്നുമൊക്കെ ഉണ്ടായത് എന്നുള്ളൊരു വിമർശനം കോടതിയിൽ സർക്കാർ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനെയൊക്കെ ഹൈക്കോടതി രൂക്ഷമായി തന്നെ വിമർശിക്കുകയാണ്. ജീവിക്കാൻ വകയില്ലാതെ 1500-1600 രൂപ സർക്കാരിനെ സംബന്ധിച്ച് ചെറിയ തുകയായിരിക്കും. പക്ഷേ മറിയക്കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ജീവിതമാണ്, ജീവനാണ്. അവർക്ക് മരുന്നില്ല, ആഹാരം മേടിക്കാൻ കാശില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വാദങ്ങളൊന്നും നിലനിൽക്കില്ല എന്നാണ് കോടതി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും എന്താണ് സർക്കാർ ഇതിൽ അന്തിമമായിട്ടുള്ള നിലപാടെടുക്കുക, അല്ലെങ്കിൽ കോടതി എന്തായിരിക്കും ഇതിലൊരു തീരുമാനം എടുക്കുക എന്നതാണ് ഇനി നമുക്ക് നോക്കിക്കാണേണ്ടത്. നന്ദി നവമി.